ഗ്ലോറി ടു ഹനുമാൻ ഇന്ന് 3:50 വൈകിട്ട് കേട്ടോ. നമ്മളുടെ കൊടുങ്ങല്ലൂർ ഡി സിനിമാസിൽ വെച്ചിട്ട് കിഷ്കിന്ധാകാന്തം കണ്ടു. അപ്പോൾ ഈ തിയേറ്റർ എന്ന് പറയുന്നത് 2K ഡോൾബി 7.1 ആ സ്പെക്കുലർ തിയേറ്ററാണ്. പക്ഷെ അത് സിനിമ ആസ്വാദനത്തിന് ബാധിച്ചില്ല. ജസ്റ്റ് അറിയിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഈ ആസിഫ് അലിയുടെ കാര്യം പറയാം. ആസിഫ് അലി കുറേ വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ എനിക്ക് കണ്ടംപററി ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് നമ്മളുടെ മലയാളി ഇൻഡസ്ട്രിയിലുള്ളൊരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, മികച്ച രീതിയിലുള്ള അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് എനിക്ക് സിനിമയിൽ കാണാൻ സാധിച്ചു. പിന്നെ അതുകൂടാതെ വിജയരാഘവൻ അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ഈ സിനിമയിലെ ഓവറോൾ കാസ്റ്റും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരുടെ കാര്യം എനിക്കെടുത്ത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ഇനി സിനിമയുടെ മറ്റ് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിഷ്വൽസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് അത്യാവശ്യം നല്ല ഒരു കഥയായിട്ട് തന്നെ അനുഭവപ്പെട്ടു. പിന്നെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഫാക്ടറൊന്നും ഈ സിനിമയ്ക്കകത്തില്ല. പക്ഷെ കൊള്ളാവുന്ന രീതിയിലുള്ളൊരു മിസ്റ്ററി ത്രില്ലറാണ് എന്ന് തോന്നി. പിന്നെ ഇതിൻ്റെ സംവിധാനം അത് മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകം തോന്നിയ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് സിനിമ തുടക്കം മുതൽ അവസാനം വരെ എന്നെ പിടിച്ചിരുത്തി എന്നുള്ളതാണ്. അതായത് ആ പ്രസൻറ്റേഷൻ എന്നെ പിടിച്ചിരുത്തി. ഇതിനകത്ത് സെക്കൻഡ് ഹാഫിൽ എവിടെയോ എൻ്റെ മൈൻഡ് ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. അത് സിനിമയുടെ കുഴപ്പമാണോ എന്നെനിക്ക് തോന്നുന്നില്ല, ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കും. എനിവേ, ഇതൊക്കെ കൂടാതെ പിന്നെ ഈ സിനിമയിൽ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക് ആരാ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ റിഫ്രഷിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കായിരുന്നു. അത് എനിക്ക് നല്ല രീതിയിലുള്ളൊരു സാറ്റിസ്ഫാക്ഷനും തന്നു. സിനിമ കണ്ടിറങ്ങി പോന്നപ്പോൾ കുറേ നാൾ കൂടി സിനിമയിൽ കണ്ടുവരുന്ന സിനിമകളിൽ മിസ്സിങ് ആയ എന്തോ സാധനം തിരിച്ചു കിട്ടിയ പോലത്തെ ഒരു ഫീലൂടെ എനിക്ക് കിട്ടിയായിരുന്നു ഈ സിനിമ കണ്ടപ്പോൾ. പിന്നെന്താ, ഈ ഓണത്തിൽ വെച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ 2024 തന്നെ ഇറങ്ങിയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമാസ് ആയിട്ട് നമുക്ക് ഈ സിനിമയെ കിഷ്കിന്ധാകാന്തത്തിന് പറയാൻ പറ്റും. ആൻഡ് FYI, കിഷ്കിന്ധ എന്ന് പറയുന്നത് വാനരന്മാരുടെ സാമ്രാജ്യമാണ് രാമായണം അനുസരിച്ചിട്ട്. അതായത് ഈ ഹനുമാൻ, ബാലി, സുഗ്രീവനൊക്കെ താമസിച്ചിരുന്ന അല്ലെങ്കിൽ വസിച്ചിരുന്ന സ്ഥലം. ആദ്യം പറയണ്ടായിരുന്നു, ഇപ്പോഴാണ് ഓർമ്മ കിട്ടിയത്, അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നു എന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ അപൂർവ രാഗം എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, നമ്മൾ ആസിഫ് അലി ആദ്യമായിട്ട് ചെയ്ത ആ പടം എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വന്നു. അതിന് കാരണം നിങ്ങൾ ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന വലിയൊരു ക്രൗഡിൻ്റെ കൂടെ തന്നെ ഇരുന്ന് ആസ്വദിക്കേണ്ട, ഓണക്കാലത്ത് നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലുള്ള ഇങ്ങനൊരു തിയേറ്റർ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടേണ്ട ഒരുമാതിരി എല്ലാ തരത്തിലുള്ള ഒരു തൃപ്തിയും തരുന്ന ഒരു സിനിമ തന്നെയാണ് കിഷ്കിന്ധാകാന്തം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.